ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്വാഗതം കേട്ടോ. അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എളുപ്പം തയ്യാറാക്കാൻ പറ്റും. നമ്മൾ അമൃതം പൊടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിനുവേണ്ടി ചട്ടി ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അതിലേക്ക് നമുക്ക് നെയ്യ്, ഞാനിവിടെ നെയ്യാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. നെയ്യ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് നെയ്യിൻ്റെ ഫ്ലേവർ അമൃതത്തിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല കേട്ടോ. അമൃതം പൊടി കുറുക്കൊക്കെ കുടിച്ചിട്ട് കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമില്ല. അങ്ങനെ അതിന് വേണ്ടിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് എടുക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ വറുത്താലും മതി കേട്ടോ. അങ്ങനെ അമൃതം പൊടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വിടാണ്ട് വറക്കണം. അമൃതം പൊടി ആയതുകൊണ്ട് തേങ്ങ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ വിടാണ്ട് ഇളക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഏകദേശമായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടത് ലേശം ഒന്ന് കൈ വിട്ടപ്പോഴത്തേക്കൊരു കളർ ബ്ലാക്ക് ഷെയ്ഡായോ എനിക്ക് ചെറിയൊരു സംശയമില്ല. അത് ചെറുങ്ങനെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും അമൃതം പൊടി വറക്കുമ്പോൾ കൈ വിടാണ്ട് ഇളക്കണം. പിന്നെ എപ്പോഴും പറയും പോലെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാനൊക്കെ ഓർക്കുന്നത്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണണം കേട്ടോ. ഇതാ നമ്മൾ ചെറിയൊരു കറുപ്പ് ഷെയ്ഡ് വന്നെന്ന് പറഞ്ഞില്ല, ഒന്ന് ചെറുതായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 1.5 അച്ച് ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട്. ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അങ്ങനെ അവിടെ ആകട്ടെ. ഇപ്പോഴത്തേക്ക് ഈ മാവൊന്ന് ഫസ്റ്റ് തണ്ണി വെക്കും കേട്ടോ. വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ പറയണ്ടല്ലോ അല്ലേ. ശരിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ദയവായി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരു പഴം ഒരു പഴം മതി കേട്ടോ. ഒരു പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് പഴത്തിൻ്റെ പഴം ഇഷ്ടമുണ്ടെങ്കിൽ പഴം കൂടി ഇടാം കേട്ടോ. ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പീസാക്കണമെങ്കിൽ ചെറിയ നമുക്ക് ഇഷ്ടം പോലെ. ഞാനിവിടെ 4 കഷ്ണമൊക്കെ അങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് എടുക്കുന്നത്. ഒരു മാക്സിമം വലുത് വേണമെങ്കിൽ ഇതിനും ചെറുതാക്കാം കേട്ടോ. നമ്മുടെ ശർക്കര പാനിയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഇടിയും മഴയാണ് കേട്ടോ. നിങ്ങൾക്ക് മഴയൊക്കെ ഉണ്ടോ? വീഡിയോയിൽ എന്തെങ്കിലും കറക്ഷൻ വരുത്തണമെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ചില കൂട്ടുകാരൊക്കെ നമ്മളോട് വന്നിട്ട് പറയാറുണ്ട്, ശർക്കരപ്പാനി കൂടെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ പഴം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിലേക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് ഏലക്ക പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ പഴം കൂടി ഇട്ട് നന്നായിരുന്നു. പഴമൊക്കെ ശർക്കരപ്പാനിലൊന്ന് പിടിച്ച് കിട്ടുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതിലേക്ക് അങ്ങനെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വറ്റിയാൽ മതി കേട്ടോ. ശർക്കരയൊക്കെ പഴത്തിലൊക്കെ പിടിക്കുന്ന നല്ലൊരു ഫ്ലേവർ. ഏലക്കപ്പൊടി ഓപ്ഷനിലാണ്. ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല, വേണമെങ്കിൽ ഇടാം. അങ്ങനെ പഴമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിതാ നെയ്യ് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യത്തിന് ഷേപ്പിനനുസരിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കട്ടെ. നെയ്യാണ് തടവി കൊടുക്കുന്നത്.
എന്നാലും നമുക്ക് പാത്രത്തിൽ നെയ്യൊക്കെ ഇങ്ങനെ എന്തെങ്കിലും തടയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ പഴമൊക്കെ ഒന്ന് അതിലായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പൊടി നമ്മൾ വറുത്ത് വെച്ച അമൃതം പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ല ലേശം ഉണ്ട് അടുക്കി പിടിച്ചിട്ടുണ്ടെന്ന്, അതൊന്നും തട്ടണ്ട, അത് അങ്ങനെ തന്നെ മാറ്റി വെക്കുക. ഈ വെള്ളത്തിലിട്ട് സ്റ്റവ് ഓഫാക്കി നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ശർക്കര എല്ലായിടത്തും ആയി നന്നായി മിക്സ് ചെയ്ത് വരണം. അങ്ങനെ ആ പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചൊന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റിയായ അമൃതം പൊടി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. പഴം മുടക്കുന്നില്ല, അങ്ങനെ തന്നെ കടിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ശർക്കരയൊക്കെ കിടന്ന് വെന്തുകൊണ്ട് ആ പഴത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഫുള്ള് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് ഇങ്ങനെ ഇതാക്കി എടുക്കാം കേട്ടോ. എൻ്റെ പ്ലേറ്റിലാണ് വെച്ചെടുക്കുന്നത്. ചൂടൊക്കെ തണിഞ്ഞ് കൊണ്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചൊന്ന് വെച്ചൊന്ന് ഏത് ഷേപ്പിൽ വേണം അതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ആക്കി കൊടുക്കാം. എളുപ്പം തയ്യാറാക്കാൻ പറ്റും കേട്ടോ. 2 മിനിറ്റൊക്കെ വേണ്ടി. നമ്മൾ ശർക്കര പനി ഒന്ന് മെൽറ്റാകേണ്ട ടൈമുള്ള അമൃതം പൊടിക്ക് പിന്നെ അത്ര ടൈമൊന്നും വേണ്ട വറന്ന് വെക്കാൻ. ഓൾറെഡി കുക്കഡാണല്ലോ, അതിന് പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ. സ്പൂൺ ഇളക്കി നോക്കി അതിനകത്ത് എല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് ശേഷം ഒരു ബുദ്ധിമുട്ടുണ്ട്. വേറെ സ്പൂൺ എടുത്തിട്ട് റെഡിയാക്കുകയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല. ഒരുവിധം സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളത്. തണിഞ്ഞ് കഴിഞ്ഞാൽ മുറിക്കുക. ഇത് ചൂടോടെ തന്നെ മുറിക്കാം, പക്ഷെ ഒന്ന് സെറ്റായി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് തണിയാൻ വെക്കുന്നത്. ഞാൻ കൈ കൊണ്ടൊന്ന് ഡാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അച്ചൂട്ട് സ്കൂൾ വിട്ട് വന്ന അച്ചൂട്ടിന് സംസ്കൃത കലോത്സവത്തിൽ സംസ്കൃത ശ്ലോകം ചൊല്ലിയിട്ട് അവന് സർട്ടിഫിക്കറ്റ് ഒരു ക്ലാസ് വേണം കേട്ടോ കുട്ടികൾക്ക്. അങ്ങനെ അത് ഓടി വന്ന ഉടനെ അതാണ് കാണിച്ചത്. അങ്ങനെ ആ കുളിയെല്ലാം കഴിഞ്ഞ് മുറിച്ചെടുക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ കേട്ടോ. അടിപൊളി ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അടുത്തൊരു വീഡിയോ